أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. മാന്യ സഹോദര സഹോദരന്മാരെ, ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്ദ് ആണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ഇവിടുത്തെ കിബാറുൽ ഉലമാഇന്റെ പണ്ഡിത സഭയിൽ മെമ്പർ കൂടിയാണ്. അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ ഇന്ന് സംസാരിച്ചതായ വിഷയം മുഹാസബത്തുൻ നഫ്സാണ്. മുഹാസബത്തുൻ നഫ്സ് എന്ന തലക്കെട്ടിൽ തന്നെ ഇവന് ക്ലാസുകൾ ഉണ്ട് എന്നത് എൻ്റെ ക്ലാസ് സാധാരണ കേട്ടുപരിചയമുള്ളവർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തെ നാം വിചാരണ നടത്തുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതോടൊപ്പം മദീനയിൽ ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ചർച്ച ചെയ്തതായ വിഷയവും ഏകദേശം തുല്യതയുള്ളതാണെങ്കിലും അദ്ദേഹം കൂടുതലായി ഊന്നിപ്പറഞ്ഞത് പുതിയ വർഷത്തിൻ്റെ പ്രാരംഭത്തെക്കുറിച്ചായിരുന്നു. മക്ക ഇമാമും അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അതെ, നാം ഇപ്പോൾ ഒരു പഴയ വർഷത്തോട് നാം വിടവാങ്ങുകയാണ്. ശനിയാഴ്ച സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നാളെ ശനിയാഴ്ചയാണ് പുതിയ വർഷം ആരംഭിക്കുന്നത്, പരസ്യപ്പെടുത്തിയതുപോലെ ഇവിടെ ഔദ്യോഗികമായിട്ട്. നമുക്കറിയാവുന്നതാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അളീമിൽ പറയുന്ന ശൈലി, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. അള്ളാഹുവിൻ്റെ അടുക്കൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചേട മുതൽ ഈ വർഷം കാലം 12 മാസമാണ് ഒരു വർഷത്തിൽ. ഇദ്ദത്തെ ഷുഹൂർ, മാസങ്ങളുടെ എണ്ണം ഒരു വർഷത്തിൽ 12 എണ്ണമാണ്. ലോകത്തെ സൃഷ്ടിച്ചേട മുതൽ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ സൃഷ്ടിക്കുമ്പോഴാണല്ലോ സൂര്യൻ ഉണ്ടാവുക, ചന്ദ്രൻ ഉണ്ടാവുക. അപ്പോഴാണല്ലോ വർഷം മനസ്സിലാക്കാനുള്ളതായ മാധ്യമം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അവിടെ മുതൽ ആരംഭിച്ചു എന്ന് പറയാൻ കാരണം 12 മാസമാണ്. മിൻഹ, ആ 12 മാസങ്ങളിൽ 4 മാസം ഹുറും, അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച മാസമാണ്, പവിത്രതയുള്ള മാസമാണ്. ആ മാസത്തിൽ ഹുറും എന്ന വാക്ക് അഥവാ യുദ്ധം വരെ ഹറാമായ നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ആരംഭിക്കാൻ നാം പാടുള്ളതല്ല ഈ മാസങ്ങളിലൂടെ. എന്ന് മാത്രമല്ല, ആ മാസത്തിൽ അള്ളാഹു തന്നെ ആയത്തിൽ പറഞ്ഞതുപോലെ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, അള്ളാഹു പ്രത്യേകതയുള്ള മാസമാക്കി മാറ്റിയതുകൊണ്ട്, പ്രഖ്യാപിച്ചതുകൊണ്ട്, പവിത്രതയുള്ള മാസമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഷിട്ടികളായ നമ്മുടെ ബാധ്യത ആ മാസത്തിന്റെ ബഹുമതിയെ നാം പരിഗണിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആ മാസങ്ങളെ ആദരിക്കേണ്ടതുമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് ഷിട്ടികളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ ആക്രമിക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അഥവാ പാപങ്ങൾ ചെയ്യുക, ദോഷങ്ങൾ ചെയ്യുക, അതിലൂടെയാണ് മനുഷ്യൻ അവന്റെ ശരീരത്തെ ആക്രമിക്കുന്നത്. അവന്റെ ശരീരത്തെ സജ്ജനങ്ങളുടെ ശരീരമാക്കി വളർത്താനാണ് അവൻ പാടുപെടേണ്ടത്. അതിന് വിപരീതം ജീവിക്കുമ്പോൾ അവൻ അവന്റെ ശരീരത്തെ ആക്രമിച്ചാളായി മാറുന്നു എന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ മാസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്ന മാസങ്ങൾ 12 എണ്ണത്തിൽ 4 എണ്ണം അള്ളാഹു പവിത്രതയുള്ളതാക്കി മാറ്റിയതാണ് എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ഈ മുഹറം മാസം. നാം വിടവാങ്ങിയതായ ദുൽഹജ്ജും അതിൽപ്പെട്ടതായിരുന്നു, ദുൽഖഅദയും അതിൽപ്പെട്ടതായിരുന്നു. അപ്രകാരം റജബിനെ നാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 മാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച, പ്രത്യേകത നൽകിയതായ മാസങ്ങൾ. ഈ മാസങ്ങളുടെ എല്ലാം നേതാവായിട്ട് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചതായ മറ്റൊരു മാസമാണ് റമളാൻ മാസം. അതെ, നാം ഇപ്പോൾ ആരംഭിക്കുന്നത് വിശുദ്ധ മുഹറം മാസത്തെയാണ്. ആ മുഹറം മാസം നാം നമ്മോട് വിടവാങ്ങിയതായ കൊല്ലത്തെക്കുറിച്ച് നാം വിചാരണ നടത്താനുള്ളതായ ഒരു പ്രത്യേക ചുറ്റുപാട്, അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി അള്ളാഹു തരുന്നത് പോലെ ഒരു പുതിയ വർഷത്തെ ആരംഭിക്കുമ്പോൾ
കഴിഞ്ഞ വർഷത്തിൽ നാം എന്ത് ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു, എന്തൊക്കെ കാട്ടി എന്നതിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് വിചാരണ നടത്തുക തന്നെ ചെയ്യുമെന്നത് ഓർത്തുകൊണ്ട് നാം സ്വയം ആദ്യമായിട്ട് വിചാരണ ചെയ്യുക. ഉമറുൽ ഖത്താബ് പറഞ്ഞതുപോലെ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ശരിക്ക് വിചാരണ നടത്തുക, നിങ്ങളെ വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പായിട്ട്. പരലോകത്തിൽ റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ളതായ വിചാരണ അത് ഒരു ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ നമ്മിൽ നിന്നിട്ട് ഒഴിവാവാതെ അണുവിന്റെ അത്രയാണെങ്കിൽ ഖൈറൻ നന്മ യറ കാണുക തന്നെ ചെയ്യും അവൻ എന്ന് അല്ലാഹു പറഞ്ഞതാണല്ലോ. അങ്ങനെയുള്ളതായ ഒരു കൃത്യമായ മീസാനിന്റെ, കൃത്യമായ തുലാസിന്റെ, കൃത്യമായ ഹിസാബിന്റെ, കൃത്യമായ ഇലാഹി കമ്പ്യൂട്ടറിന്റെ യുഗത്തിലേക്കാണ് നാം ചെല്ലാൻ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ നാം നമ്മുടെ ജീവിതത്തെ വിചാരണ നടത്തേണ്ടതുണ്ട്. നാം കഴിഞ്ഞ വർഷത്തിൽ, ഈ നാം വിടവാങ്ങുന്ന വർഷത്തിൽ എന്തൊക്കെ കാട്ടി എന്നതിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നാം ഒന്ന് പഠനം നടത്തേണ്ടതുണ്ട്. അതിൽ ചെയ്ത വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ വീഴ്ചകളെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നികറ്റാൻ വേണ്ടി നാം പാടുപെടേണ്ടതുണ്ട്. ആ വർഷങ്ങൾ, ആ മാസങ്ങൾ, ആ ദിവസങ്ങൾ, ആ ആഴ്ചകൾ, ആ മിനിറ്റുകൾ ഇനി നമ്മളിലേക്ക് വരുന്നതല്ല. നാം ഇപ്പോൾ സ്വീകരിക്കാൻ പോയതായ വർഷം നമ്മുടെ വയസ്സ് 80, 70, 60, 50 ആണെങ്കിൽ നാം ഇപ്പോൾ ജീവിക്കുന്നതായ ഈ വർഷം നമ്മളോട് വിടവാങ്ങി കഴിയുമ്പോൾ ഇനി ബാക്കിയുള്ളതായ വർഷത്തെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. കഴിഞ്ഞ പോയതായ വർഷത്തെ നമുക്ക് അതിലൊരു പ്രതീക്ഷയുമില്ല, അത് നമ്മളിലേക്ക് മടങ്ങി വരുന്നതുമല്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതായ, ആ വർഷത്തിൽ ചെയ്യേണ്ടതായ ഇബാദത്തുകൾ അത് നമ്മളോട് വിടവാങ്ങിക്കഴിഞ്ഞു. അതിനുള്ളതായ ചാൻസ് ഇത് ലഭിക്കുന്നതല്ല. ഇനി വരുന്നതായ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്ത് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ ആരാധനകളും ഇബാദത്തുകളും ബാധ്യതകളുമാണ് എന്നർത്ഥം. ഇങ്ങനെ നാം വിചാരണ നടത്തേണ്ടതുപോലെ വിചാരണ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങുവാനും, മരണത്തെ ഓർക്കുവാനും, മരണത്തെ സ്മരിക്കുവാനും, മരണത്തിലേക്ക് നാം അടുത്തു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനും, ആ മരണത്തിന് വേണ്ടി നാം തയ്യാറാവുവാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. അതാണ് മക്ക ഇമാം പറയുന്നത് മുഹാസബത്തുൻ നഫ്സ്, നമ്മുടെ ശരീരത്തെ നാം ഒന്ന് വിചാരണ നടത്തുക. നാം ശരിക്ക് ആ ശരീരം എന്ത് കാട്ടി, എന്ത് ചെയ്തു എന്ന് കണക്ക് കൂട്ടുക. അതാണ് ഹിസാബ്, മുഹാസബ. ആ മുഹാസബ നടത്തുമ്പോൾ അള്ളാഹു പറഞ്ഞതായ വാക്ക് അവിടെ നമ്മുടെ മുമ്പിൽ വരുന്നു. ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, മരണത്തിൽ നിന്നിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതായ ആ മരണം ആർക്കും മരിക്കണമെന്ന് പൂതിയില്ല, എല്ലാവർക്കും ജീവിക്കണമെന്നാണ് പൂതി, എല്ലാവർക്കും അത്യാഗ്രഹമാണ്, എല്ലാവർക്കും അവന്റെ വയസ്സ് നീട്ടി കിട്ടണമെന്നാണ് പൂതി. അവന്റെ പ്രാർത്ഥനയും അതാണ്, അവന്റെ പ്രവർത്തനവും അങ്ങനെയാണ് കുറിക്കുന്നത്, അവന്റെ ആഗ്രഹവും അത് തന്നെയാണ്. അള്ളാഹു പറയുന്നു, നീ ഓടുന്നതായ ആ മരണം, നീ പിന്തിരിഞ്ഞോടുന്നതായ ആ മരണം തഫിറൂന മിൻഹു എന്നാണ്. നിങ്ങൾ ഏതൊരു മരണത്തെ തൊട്ടാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിനെ തൊട്ടോടുന്നു. ഫൈന്നഹു മുലാഖീകും, യഥാർത്ഥത്തിൽ ആ മരണം നിങ്ങളെ എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിടികൂടുക എന്ന് പറയുമ്പോൾ അതോടുകൂടി ജീവിതം അവസാനിച്ചോ? ഇല്ല. സുമ്മ തുറദ്ദൂന, പിന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ഇലാ ആലിമിൽ ഗൈബി വശഹാദ, മറഞ്ഞ കാര്യവും രഹസ്യവും പരസ്യവും അറിയുന്നവനായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കലേക്ക്, അവന്റെ കോർട്ടിലേക്ക്, അവന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്നതാണ്. ഫയനുബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടി ഈ കഴിഞ്ഞതായ വർഷങ്ങളിലൂടെ, കഴിഞ്ഞതായ മാസങ്ങളിലൂടെ, കഴിഞ്ഞതായ ആ വയസ്സിലൂടെ എന്നതിനെ കുറിച്ച് അവൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. അങ്ങനെയുള്ളതായ മരണത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആ മരണത്തെ തൊട്ട് നിങ്ങൾ ഓടുകയാണെങ്കിലും നിങ്ങളിലേക്ക് മരണം അടുത്തു വരികയാണ് എന്ന് അല്ലാഹു പറഞ്ഞതായ ആയത്തും മക്ക ഇമാം സ്മരിപ്പിക്കുകയുണ്ടായി. തുടരുന്നു, അർബഅത്തു മിനശ്ശഖ, 4 കാര്യം നമ്മുടെ ദയനീയത കുറിക്കുന്നതായ കാര്യമാണ്. നാം ഗതികേടിലേക്ക് എത്താനുള്ളതായ കാരണമായി തീരുന്നതായ 4 എണ്ണം. അതെന്തൊക്കെയാണ്? ജുമൂദുൽ ഐൻ, നമ്മുടെ കണ്ണ് വരണ്ടു പോവുക. കണ്ണ് വരണ്ടു പോവുക എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് ഒലിക്കാതിരിക്കുക. പിന്നെന്താണ്? ഖൽബുൻ ലാ യഖ്ശ, അല്ലെങ്കിൽ ഖൽബുൻ ഖാസി, മരവിച്ച ഹൃദയത്തിന്റെ ഉടമകളായി മാറുക. ഈ 2 രോഗത്തിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി അല്ലാഹു റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു എന്നാണ്. നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ഇൽമിൻ ലാ യൻഫ, ഫലം കിട്ടാത്തതായ വിജ്ഞാനത്തെ തൊട്ട്, ഫലം ലഭിക്കാത്തതായ ഇൽമിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വഖൽബിൻ ലാ യഖ്ശാൻ, നിന്നെ ഭയപ്പെടാത്തതായ ഹൃദയത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വനഫ്സിൻ ലാ തശ്ബ, അതുപോലെ തന്നെ നിറയാത്തതായ പള്ളയുടെ ഉടമ. പലർക്കും എത്ര തിന്നാലും വയറ് നിറയാറില്ല. ഭൂമി, അവൻ എപ്പോഴും ഭൂമിയോടുള്ള അത്യാഗ്രഹവും അത് തിന്നുകൊണ്ടേ, അഥവാ അതിലുള്ളതായ റിസ്കുകൾ തിന്നുകൊണ്ടേ ഇരിക്കണം, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നതായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളതായ നഫ്സിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഅയ്നിൻ ലാ തദ്മ, അതുപോലെ തന്നെ കണ്ണുനീര് ധാരധാരയായി ഒലിക്കുക എന്നത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ടായിരിക്കണം ഒലിക്കേണ്ടത്. അങ്ങനെ തീരെ കണ്ണുനീരില്ലാത്തതായ, കണ്ണുനീർ വറ്റിപ്പോയതായ ഉടമയാക്കി എന്നെ നീ മാറ്റരുത്, എന്റെ കണ്ണിനെ ആ രൂപത്തിലാക്കി മാറ്റരുതേ റബ്ബേ എന്ന് കാവല ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ദുആഇൻ ലാ യുസ്തജാബ്, മറുപടി ലഭിക്കാത്തതായ പ്രാർത്ഥനയെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ഇന്ന് മക്ക ഇമാമു സൂചിപ്പിച്ചതായ ജുമൂദുൽ ഐനും, അതുപോലെ തന്നെ ഖൽബുൻ ഖാസി, വരണ്ടതായ കണ്ണിന്റെ ഉടമ, അതുപോലെ തന്നെ ഹൃദയം മരവിച്ചു പോയതായ ഹൃദയത്തിന്റെ ഉടമ. ഈ വരണ്ടതായ കണ്ണിന്റെ ഉടമ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിടുന്നതായ 7 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് വമൻ ദക്കറ റബ്ബൽ മുഹൈമിന ഖാലിയ ഫഫാദത് ബിഹി ഐനാഹു ഖൗഫന കാലി. തനിച്ചിരുന്നുകൊണ്ട്, ആരും കാണാതെ ആരും കേൾക്കാതെ തനിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ കഠിന കഠോരമായ നരകത്തിന്റെ ശിക്ഷയെ തൊട്ടും മറ്റും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്നൊക്കെ ഓർത്തിട്ട് അള്ളാഹിനെ പേടിച്ച് ഭയന്നുകൊണ്ട് ഒരാൾ കണ്ണുനീര് ധാരധാരയാക്കി ഒലിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒലിപ്പിക്കുന്നതായ ആ വ്യക്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നതും ഇവിടെ സ്മരണീയമാണ്. അത് ആ ഭാഗം ഇന്ന് മക്ക ഇമാം പറഞ്ഞിട്ടില്ലെങ്കിലും സാന്ദർഭോചിതമായിട്ട് പറയാൻ പറ്റുന്നതായ സംഭവമാണത്. ഏതായാലും ഇതിൽ മക്ക ഇമാം എണ്ണിയതായ 4 എണ്ണത്തിൽ 2 എണ്ണമാണ് നാം കേട്ടത്. മൂന്നാമത്തേത് തൂലുൽ അമലാണ്, അഥവാ അത്യാഗ്രഹം നമുക്കിവിടെ ജീവിച്ച് കിട്ടണമെന്നതായ പൂതി, അതാണ് അത്യാഗ്രഹം. അതുപോലെ തന്നെ ഹിർസ് അല ദുനിയ, ദുനിയാവിനോടുള്ളതായ അത്യാഗ്രഹവും. ഹിർസ്, തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇവിടെ ജീവിച്ച് കിട്ടണമെന്നതായ പൂതിയും, അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്നതായ ആ ദുനിയാവിനോടുള്ളതായ അത്യാഗ്രഹവും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന് ഗതികെട്ട ജീവിതമായി മാറാനുള്ളതായ കാരണമായിട്ടാണ് എണ്ണുന്നത് എന്നതാണ് മക്ക ഇമാം ഉണർത്തിയത്. അതെ, അതുകൊണ്ട് മക്ക ഇമാമ് തുടരുകയാണ്, നിന്റെ സമയത്തെ, നിന്റെ വയസ്സിനെ, നിന്റെ ആയുസ്സിനെ നീ താഅത്തിൽ ഉപയോഗിക്കുക, നീ അള്ളാഹുവിന്റെ ആരാധനയിൽ ഉപയോഗിക്കുക, നീ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റാൻ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആ ടൈമിനെ ഉപയോഗപ്പെടുത്തൽ അള്ളാഹുവിന്റെ മാസിയത്തിന് വേണ്ടിയായിരിക്കും. നാം അതിനെ താഅത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിൽ മാസിയത്ത് കടന്നുകൂടാതിരിക്കാൻ വേണ്ടി. മാസിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ളതായ കൽപ്പന ലംഘിക്കുക എന്നതാണ്, അള്ളാഹുവിന്റെ കൽപ്പന മാറുകാട്ടുക എന്നതാണ്. ആ മാറുകാട്ടുക എന്നതായിരിക്കും നമ്മുടെ സമയത്തിലേക്ക്, നമ്മുടെ വയസ്സിലേക്ക്, നമ്മുടെ ആയസിലേക്ക് പിന്നെ കടന്നുകൂടുക. ഒന്നിരിക്കലോ താ അല്ലെങ്കിൽ മാസിയ, രണ്ടാലൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ കൂടി വിട്ടുകിടക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടൈമിനെ നാം അള്ളാഹുവിന്റെ താഴത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ കടന്നു ചെല്ലൽ പിന്നെ മാസിയത്തായിരിക്കും എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അതുകൊണ്ട് നിന്റെ റബ്ബിന്റെയും നിന്റെയും ഇടയിലുള്ളതായ ബാധ്യതകൾ നീ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നീ ചെയ്യേണ്ടതായ ബാധ്യതകൾ, അള്ളാഹുവിനോട് പെരുമാറേണ്ട പെരുമാറ്റം, ആ മുആമലയിൽ നീ വീഴ്ച വരുത്താതിരിക്കുകയാണെങ്കിൽ നീ സൃഷ്ടികളോട് ചെയ്യേണ്ടതായ ബാക്കി ബാധ്യതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്നതാണ്. അത് നന്നാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ബാധ്യതയാണ്. അപ്പോൾ നീ റബ്ബിന് നൽകേണ്ടതായ ബാധ്യതയിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ റബ്ബ് നിനക്ക് ചെയ്യേണ്ടതായ ബാധ്യതയിൽ റബ്ബ് വീഴ്ച വരുത്തുന്നതുമല്ല എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ നിന്റെ രഹസ്യ ഭാഗങ്ങൾ നീ നന്നാക്കിയാൽ നിന്റെ പരസ്യമായ ഭാഗങ്ങൾ, നീ ജനങ്ങൾ കാണുന്നതായ ഭാഗങ്ങൾ നന്നാക്കിയെടുക്കുക.
നേടിയെടുക്കാൻ നിനക്കത് സഹായകമായി മാറുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ അവന്റെ ഇഹലോകം അവന് നിസ്സാരമായി കാണുന്നതും ആ ഇഹലോകത്തിൽ വരുന്നതായ പ്രയാസങ്ങളെല്ലാം അവന് പ്രയാസമല്ലാതെയായി അനുഭവപ്പെടുന്നതും അത് പ്രയാസമല്ലാതെയായി അനുഭവപ്പെടുത്താൻ അവന് പരലോകത്തിലേക്കുള്ളതായ ആ ആഗ്രഹം, അവിടെ വിജയിക്കണമെന്ന പൂതി, നേടിയെടുക്കണം, സമ്പാദിക്കണമെന്ന പൂതി, അവിടെ കോടാന അറ്റമില്ലാ കൊല്ലങ്ങൾ ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന പൂതി ഒരാളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവന്റെ മുമ്പിൽ ദുനിയാവ് വളരെ നിസ്സാരമായി കാണാൻ സാധിക്കും. അതോടുകൂടി ദുനിയാവിൽ വരുന്ന പ്രയാസങ്ങൾ മുഴുവനും അവന്റെ മുമ്പിൽ നിസ്സാരം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സജ്ജനങ്ങളായി മാറുന്ന സന്ദർഭത്തിൽ അവർക്ക് ദുനിയാവിനോട് ഒരു വിലയും നിലയുമില്ലാതെയായി മാറുന്നതായിട്ട് നാം കാണുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നു, ഇന്നൽ ഹസനത, ഒരാള് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നൂറും ഫിൽ ഖൽബി, ആ ഹസനത്ത് സൽക്കർമ്മ അവന്റെ ഹൃദയത്തിൽ അത് പ്രകാശമാണ്. വദിയാഉം ഫിൽ വജ്ഹ്, അവന്റെ മുഖത്തിലും അത് പ്രകാശമാണ്. വഖുവത്തുൻ ഫിൽ ബദൻ, അവന്റെ ശരീരത്തിലും അത് ശക്തിയുള്ളതായി മാറുന്നതാണ്. വസിയാദത്തും ഫിൽ റിസ്ഖ്, അവന്റെ റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകാൻ കാരണമായി തീരുന്നതാണ്. വമഹബ്ബത്തും ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികൾ അവനെ ഇഷ്ടപ്പെടുന്ന ആളായി മാറ്റാനും അത് കാരണമായി തീരുന്നതാണ്. എത്ര പ്രത്യേകതയാണ് ഹസനത്തിന് ലഭിക്കുന്നത് കേട്ടില്ലേ? അപ്പോൾ അതേ സമയത്ത് സയ്യത്ത് അതിന് നേരെ വിപരീതമാണ്. സയ്യത്ത് അഥവാ തെറ്റായ ഭാഗം, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം, അങ്ങനെയുള്ള ജീവിതം ജീവിക്കുമ്പോൾ സവാദും ഫിൽ വജ്ഹ്, അവന്റെ മുഖത്തിലും അത് ഇരുളാണ്. വദുൽമത്തും ഫിൽ ഖൽബ്, ഹൃദയത്തിലും അത് ഇരുളാണ്. അതുപോലെ തന്നെ വഹ്നുൻ ഫിൽ ബദൻ, ശരീരത്തിലും ശേഷികേടാണ്. ശരീരത്ത് അതേ കള്ളുകുടിയന്മാരുടെ ശേഷികേട് നാം കാണാറുണ്ട്, വ്യഭിചാരികളുടെ ശേഷികേട് നാം കാണാറുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ വിഭാഗത്തിന്റെ ശേഷികേട് നാം കാണാറുണ്ട്. അപ്പോൾ മാസിയത്ത് എപ്പോഴും വഹ്നാണ് ഉണ്ടാക്കിയെടുക്കുക. വഹ്ൻ എന്ന് പറഞ്ഞാൽ ശേഷികേടാണ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നുഖ്സാനും ഫിൽ റിസ്ഖ്, എത്ര തന്നെ സമ്പാദിച്ചാലും ബർക്കത്തില്ലാത്തതായ റിസ്ഖ് ആയിരിക്കും, സമ്പാദ്യമായിരിക്കും അവന്റെ സമ്പാദ്യം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ ആണെങ്കിൽ കോപമായിരിക്കും അവനിലേക്ക് ഇറങ്ങുക. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹാസിബു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിചാരണ നടത്തുക. പുതിയ വർഷമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇവിടെയാണ് പുതിയ വർഷത്തെ മക്ക ഇമാം സൂചിപ്പിച്ചത്. ആ പുതിയ വർഷത്തിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും, നിങ്ങൾ ഖബറിലേക്ക് ഇപ്പോൾ അടുത്തിരിക്കുകയാണ് ഒരു വർഷം. ഇപ്പോൾ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ഒരു വർഷം ഇതാ വിട വാങ്ങിക്കഴിഞ്ഞു, ആ വർഷം വരുന്നതല്ല. ഇപ്പോൾ ഖബറിലേക്ക് നാം ഒരു വർഷം അടുത്തു കഴിഞ്ഞു, അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞു, മരിക്കാൻ വേണ്ടി അടുത്തു കഴിഞ്ഞു എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കേണ്ടവരാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഇവിടെ മരിക്കുമോ ജീവിക്കുമോ എന്നതല്ല പ്രശ്നം, ഇവിടെ മരണം സംഭവിക്കുക എന്നതൊരു വലിയ വിപത്താണ് എന്ന് മരണത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന വിഭാഗത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയത്ത് പരലോകത്തിൽ വിശ്വസിക്കാത്ത, പുനർജീവനത്തിൽ വിശ്വസിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, നമുക്കിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു എന്നാണ് ഇവിടെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് ആ നശ്വരമായ ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ നല്ലതോ ചീത്തയോ, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് നോക്കണം, എന്ത് കാണണം, എന്ത് പ്രവർത്തിക്കണം എന്നത് ചിന്തിക്കാൻ അവനെ അത് പ്രേരിപ്പിക്കുന്നതല്ല. സത്യവിശ്വാസി അങ്ങനെയല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നുള്ള പറഞ്ഞ ഉടനെ തന്നെ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അവിടെ പ്രശ്നം എന്താണ്? മരണമാസന്നമായി കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉജൂറുകൾ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നിങ്ങൾക്ക് മടക്കി തരുന്നതാണ്. അഥവാ നിങ്ങൾ ചെയ്തതിന്റെ ഫലം, അതിന്റെ പ്രതിഫലം, അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ അതിനുള്ളതായ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അവിടെ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ഒരാൾ നരകത്തിൽ നിന്നിട്ട് മോചനം നേടുകയും നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനുള്ളതായ ചാൻസ് കിട്ടിയാൽ ഫഖദ് ഫാസ്, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയവിയായ ജീവിതം, ഈ നശ്വരമായ ജീവിതം, ഇത് വഞ്ചനയുടെ ലോകമാണ്. ഇത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ലോകമല്ല. പരലോകത്തിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് പരലോകത്തിൽ വരാൻ പോകുന്നതായ കോടി അറ്റമില്ലാ കോടി വർഷങ്ങളിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് നാം ഇവിടെ ജീവിക്കുന്നതായ ജീവിതം ആ സകലം നൈമിഷികം മാത്രമാണ്. വളരെ നിമിഷങ്ങൾ മാത്രമാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തിലാ
ആക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം പ്രസംഗിക്കാൻ ആരംഭിച്ചത്. ഇബ്തില എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിന്റെ ഹാളാണ്. ഈ പരീക്ഷണ ഹാളിൽ നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദാറുൽ ഫനായിലാണ് നിങ്ങൾ, ഇവിടെ നശ്വരമായ ജീവിതത്തിലാണ് നിങ്ങൾ, ഇവിടെ നിങ്ങൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെയുള്ളതായ ആ വർഷങ്ങൾക്ക്, ആ നശ്വര ജീവിതങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. അതേസമയത്ത് കാലാകാലം ജീവിക്കേണ്ടതായ ലോകം അത് പരലോകമാണ് എന്നതുകൊണ്ട് തന്നെ ആ ലോകത്തിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായ അള്ളാഹുവിന്റെ ശൈലി വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. യഥാർത്ഥ ജീവിതം അത് പരലോകമാണ്. അവർക്ക് അറിയുമെങ്കിൽ, അവർ ചിന്തിക്കുമെങ്കിൽ, അവർ മനസ്സിലാക്കുമെങ്കിൽ, അവർ പഠിക്കുമെങ്കിൽ. അപ്പോൾ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്ന വിഭാഗത്തിന് പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മദീന ഇമാം പറയുന്നു, നാം ഇപ്പോൾ പുതിയ വർഷത്തെ സ്വീകരിക്കുകയാണ്. നാളെ മുതൽ പഴയ വർഷത്തോട് നാം വിട വാങ്ങിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങൾക്കുള്ളതായ ചേഞ്ചുകൾ, രാത്രി വരിക പകൽ പോവുക, പകൽ വരിക രാത്രി പോവുക, അങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായ ഈ ചലനങ്ങൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളെ, മാസങ്ങളെ, സമയങ്ങളെ, ഇതിനെയെല്ലാം അതിലുള്ള ഓരോ ഭാഗത്തെ പിടിച്ച് ഖുർആൻ സത്യം ചെയ്യുന്നുണ്ട്. ലൈല് കൊണ്ട്, രാത്രി കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്, പകൽ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്, സൂര്യനും കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്, ളുഹാ വഖ്ത് കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്, ഫജ്ർ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്, അസ്ർ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. അസ്ർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാലം എന്നാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ തന്നെയാണ് ആ സത്യം എന്ന അർത്ഥം വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അതുപോലെ തന്നെ അസ്ർ എന്ന ആ നമസ്കാരത്തിന്റെ വഖ്തിനെ തന്നെയാണ് ആ സത്യം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ വാക്കിന് നമ്മുടെ പണ്ഡിതന്മാർ അർത്ഥം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും അതെല്ലാം കാലത്തിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞതുപോലെ വജഅൽന ലൈല വന്നഹാറ ആയതൈനി ഫമഹൗനാ ആയത്തൽ ലൈലി വജഅൽനാ ആയത്തൻ നഹാരി മുബസ്സിറ ലിതബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും വലിതഅലമൂ അദദസ് സിനീന വൽ ഹിസാബ് വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. ഈ ആകാശത്തിനെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പും അത് രാത്രി പകലിനെ ഉണ്ടാക്കുക എന്നതും ഇതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ നാം ഈ കൊല്ലങ്ങൾ മാറുമ്പോൾ, കൊല്ലങ്ങൾ പുതിയത് വരുമ്പോൾ അല്ലാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ എന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണ് പഠിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ആ രാത്രി പകൽ മാറിക്കൊണ്ടേയിരിക്കുന്ന അത് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ പഠിക്കുവാനും അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ലക്ഷ്യം പഠിക്കുവാനും ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുവാനുമുള്ളതായ ചുറ്റുപാട്, അതിനുള്ള അന്തരീക്ഷം അതിന് അല്ലാഹു കളമൊരുക്കി തരികയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ആ പുതിയ വർഷം നമ്മുടെ പുതിയൊരു ജീവിതമായി പരിഗണിക്കുകയും എന്നിട്ട് കഴിഞ്ഞു പോയതായ ആ മാസങ്ങളിലൂടെ, വർഷങ്ങളിലൂടെ വന്നു പോയതായ വീഴ്ചകളെ നികറ്റാൻ വേണ്ടി ഈ പുതിയ വർഷത്തിലൂടെ നാം ആരംഭിക്കുകയും വേണമെന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ മദീന ഇമാമും ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ശക്തിയായ ശൈലിയിൽ അത്തരം കാര്യങ്ങൾ വളരെ കൂടുതൽ ഗൗനിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. അതെ, നാം കഴിഞ്ഞു പോയതായ കാലഘട്ടത്തിൽ ചെയ്തതായ സൽക്കർമ്മങ്ങൾ, ചെയ്തതായ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വരാൻ പോകുന്നത്, അവിടെ ലഭിക്കാൻ പോകുന്ന റിസൾട്ട് എന്താണ്? എന്റെ ജീവിതത്തിൽ ധാരാളം വീഴ്ചയുണ്ട് എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അതാണ് നമ്മുടെ സ്ഥിതി. അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ വ്യാപകമായ കാലഘട്ടമാണ്. ധാരാളം പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് ലോകം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നതായ കാലഘട്ടമാണ്. എന്നാലും അള്ളാഹുവിന്റെ ഭാഗത്തേക്ക്, അള്ളാഹു അവനെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക്, അള്ളാഹു മനുഷ്യരാശിയെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക്, അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് മനുഷ്യർ എത്തുന്ന കാര്യത്തിൽ വളരെ പിന്നിലാണ് ഇപ്പോൾ ലോകം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പുരോഗതി എന്തിലാണ്? അത് വെറും ഈ ഭൗതിക ജീവിതത്തിനെ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിൽ കൊണ്ടുപോകണം എന്നതിലാണ്, അതിൽ നല്ല രൂപത്തിൽ ജീവിക്കണം എന്നതിലാണ്, അതിൽ നല്ല സൗകര്യമുള്ളതായ വാഹനങ്ങളും അതിൽ സൗകര്യമുള്ളതായ ജീവിത ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടാക്കണം എന്നതിലാണ്. എന്നല്ലാതെ ഈ ജീവിതത്തിലൂടെ അള്ളാഹുലേക്ക് എത്തണം, ഷിട്ടാവിലേക്ക് എത്തണം, പരലോകമോക്ഷത്തിലേക്ക് എത്തണം, മരണത്തിലേക്ക് വേണ്ടി ഒരുങ്ങണം എന്ന ലക്ഷ്യം ഉള്ളവർ ബഹുഭൂരിപക്ഷം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ചിന്തിക്കുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഈ ജീവിതം ലഹുവാണ്, ലഇബാണ്, അത് കളിയും വിനോദവും മാത്രമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. വദ്രിബ് ലഹും മസൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിചയമുള്ളതായ ആയത്തുണ്ടല്ലോ സൂറത്തുൽ കഹ്ഫിൽ. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്ന ശൈലി എന്താണ്? അവർ നിങ്ങൾക്ക് ഒരു ഉദാഹരണം
പ്രമാണം പറഞ്ഞു കൊടുക്കുക ഈ നശ്വര ജീവിതത്തിന്റെ ഈ ലോകത്തിനെ കുറിച്ച്. കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, നാം ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കുന്ന സന്ദർഭത്തിൽ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, അത് ഭൂമിയിൽ കലരുന്നു, എന്നിട്ട് അതിൽ കൂടി വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് ഫാസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, കുറച്ച് കാലം കഴിയുമ്പോൾ കാറ്റടിച്ച് വീശിക്കഴിഞ്ഞാൽ വിതർപ്പെട്ടു പോകുന്നതായ ധൂളിയായി പറക്കുന്നതായി മാറുകയും ചെയ്യുന്നു ആ കൃഷിയുടെ സ്ഥിതി. അതുപോലെ തന്നെയാണ് ഈ ദുനിയാവിന്റെ സ്ഥിതി. ഈ ദുനിയാവ് ആസകലം അങ്ങനെയാണ്. അത് നാം മനസ്സിലാക്കുന്നില്ല. ഈ ദുനിയാവിനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഭൗതിക പുരോഗതിക്ക് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിഭാഗം അവരുടെ ചിന്ത അവരുടെ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് ഇവിടെ എത്തണം, എന്നിട്ട് ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതല്ലാതെ അവരൊരിക്കലും അള്ളാഹുലേക്ക് എത്തണം എന്ന് ചിന്തിച്ചിട്ടില്ല. അതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ സ്ഥിതി. ആ രൂപത്തിലുള്ളതായ ചിന്താഗതിയിലേക്ക് സത്യവിശ്വാസി എത്താൻ പാടുള്ളതല്ല. സത്യവിശ്വാസി ബുദ്ധിജീവിയായിരിക്കണം. ബുദ്ധിജീവിയാവുമ്പോൾ അവന് ഇപ്പോൾ കഴിഞ്ഞു പോയതായ വർഷങ്ങളിൽ ഉണ്ടായതായ ശക്തി അടുത്ത വർഷത്തിൽ ഉണ്ടാകുന്നതല്ല. കാരണം അവന്റെ വയസ്സ് മുന്നോട്ട് ചെന്നു. വയസ്സ് മുന്നോട്ട് ചെല്ലുമ്പോൾ ഹറമ് കൂടി വരുന്നു, അഥവാ വാർദ്ധക്യം കൂടി വരുന്നു. ആ സന്ദർഭത്തിൽ അവൻ കഴിഞ്ഞതായ വർഷത്തിൽ ചെയ്തതായ അമലുകൾ ചെയ്യാൻ അടുത്ത വർഷം സാധിച്ചോളണമെന്നില്ല. ആ ത്രാണം, ആ കഴിവ്, ആ കൽപ്പ് നിന്റെ ശരീരത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഇൻട്രസ്റ്റ്, ആ ആവേശം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ വരാൻ പോകുന്നതായ ദിവസങ്ങൾ, വരാൻ പോകുന്ന വർഷങ്ങൾ, അത് എത്ര കൊല്ലം ജീവിച്ചാലും അതൊരു പക്ഷേ രോഗത്തോടു കൂടിയാണോ അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടിയാണോ ജീവിക്കുന്നത് എന്നതും പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിന്റെ സമയത്തെ നീ സന്മാർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ആ ടൈമിനെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതായ ആ മാസ്യത്തിൽ നിന്നിട്ട് മുക്തരാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. നാം നേരത്തെ ഓതിയതായ ആയത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ആക്രമിക്കരുത്, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ദ്രോഹിക്കരുത്, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ മർദ്ദിക്കരുത്. അതെങ്ങനെയാണ് നഫ്സിനെ മർദ്ദിക്കുക? ആ തെറ്റുകൾ ചെയ്യുമ്പോഴാണ് എന്നാണ്. അപ്പോൾ പുതിയ കൊല്ലം വരുന്ന സന്ദർഭത്തിൽ, പഴയ കൊല്ലത്തോട് വിട വാങ്ങുന്ന സന്ദർഭത്തിൽ പുതിയ പട്ടികയാണ് നാം നിരത്തി വെക്കേണ്ടത്. ആ പട്ടികയിൽ നാം പുതിയ ജദുവൽ ഉണ്ടാക്കുക. വിശദ വിവരണ പട്ടിക എന്ന് നാം പറയാറുണ്ടല്ലോ. ആ ജദുവലിൽ അടുത്ത ദിവസം മുതൽ ഞാൻ ഇത്ര മണിക്കൂർ ആരാധനയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നു, ഇത്ര മണിക്കൂർ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നീക്കി വെക്കുന്നു, ഇത്ര മണിക്കൂർ നിസ്കരിക്കാൻ വേണ്ടി നീക്കി വെക്കുന്നു, ഇത്ര മണിക്കൂർ ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടി നീട്ടിവെക്കുന്നു. അങ്ങനെ നമ്മുടെ ടൈമിനെ നാം ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ജദുവൽ ഉണ്ടാക്കിയിട്ട് ഇനിമേൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, ഇനിമേലിൽ വിരൽ കടിക്കാതിരിക്കാൻ വേണ്ടി, ഇനിമേലിൽ ദുഃഖിച്ചു പോകാതിരിക്കാൻ വേണ്ടി, പോയ ബുദ്ധി ആന വിളിച്ചാലും വരൂല എന്ന് ഞങ്ങളുടെ നാട്ടുകാർ പറയാറുണ്ട്. നമ്മുടെ പോയതായ ആ ടൈം നാം എത്ര തന്നെ പ്രയാസപ്പെട്ടാലും അത് മടങ്ങി കിട്ടുന്നതല്ല. അതുകൊണ്ട് പോയത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അമാലുകളെ നിങ്ങൾ തജ്ദീദ് ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിക്കാൻ അത് നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാമ് ഇന്ന് ആ വിഷയത്തെ ചർച്ച ചെയ്തത്. അതുകൊണ്ട് നാമും അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതം പുതിയ വർഷം വന്നു കഴിഞ്ഞാൽ ഈ പുതിയ വർഷത്തിൽ പ്രത്യേകിച്ച് മുഹറമാത്തുകളായ മാസങ്ങളിൽ, അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ, ആ പവിത്രതയുള്ളതായ മാസങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ശിക്ഷ ലഭിക്കും. സാധാരണ മാസങ്ങളിൽ ചെയ്യും പോലെയല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. മുഹറമാസമാകുമ്പോൾ, മുഹറമാസം എന്ന് പറയുമ്പോൾ പലർക്കും നമ്മുടെ നാട്ടിലൊക്കെ അറിവില്ലാത്തവർ മനസ്സിലാക്കുന്നത് ഷിയാക്കൾ മനസ്സിലാക്കും പോലെയാണ്. അത് നഹ്സുള്ള മാസമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായ മാസങ്ങളാണ്, അത് നഹ്സുള്ള മാസങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അല്ല, അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസമാണ് എന്നതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് കേൾക്കാം. ആ മാസങ്ങളിൽ പ്രത്യേകം നോമ്പ് പിടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുകയും റസൂൽ സ്വയം നോമ്പ് പിടിച്ചിട്ട് കാണിച്ചു തരികയും ചെയ്തതായ മാസമാണ്. അങ്ങനെയുള്ളതായ പ്രത്യേക ഇബാദത്തൊക്കെ ചെയ്യാനുള്ളതായ പുണ്യമാസമായതുകൊണ്ട് തന്നെ ആ മാസത്തിൽ നഹ്സുള്ള മാസമാണ് എന്ന് പറയൽ തെറ്റാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നഹ്സ് ഇല്ലേ ഇല്ല. അവന്റെ അമലാണ്, അവന്റെ ക്രൂര കൃത്യമാണ് അവന്റെ ടൈമുകളെ, അവന്റെ ദിവസങ്ങളെ, അവന്റെ മാസങ്ങളെ, അവന്റെ സമയങ്ങളെ നഹ്സാക്കി മാറ്റുന്നത് എന്നല്ലാതെ അള്ളാഹുവിന്റെ സമയം അള്ളാഹു തന്നെ പറയുകയാണ്, ലാ തസുബ്ബു ദഹ്റ, കാലത്തിനെ നിങ്ങൾ കുറ്റം പറയരുത്, കാലത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. കാലം അള്ളാഹുവിന്റേതാണ്, മാസങ്ങൾ അള്ളാഹുവിന്റേതാണ്, ദിവസങ്ങൾ അള്ളാഹുവിന്റേതാണ്. അതിനെ നിങ്ങൾ കുറ്റം പറയരുത്. അത് നഹ്സുള്ളതാണെന്ന് പറയുമ്പോൾ അതിനെ നാം കുറ്റം പറയാനായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വിഭാഗത്തെ, ആദ് ഗോത്രക്കാരെ പോലത്തതായ വിഭാഗത്തെ നശിപ്പിച്ചതായ കാലഘട്ടങ്ങളെ കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നഹ്സാണെന്ന് പറഞ്ഞതല്ലാതെ പൊതുവെ അള്ളാഹുവിന്റെ കാലങ്ങൾ, അത് അള്ളാഹു പറയുന്നു, അനദ്ദഹർ, കാലങ്ങളെ നിങ്ങൾ ചീത്ത പറയുമ്പോൾ നിങ്ങൾ ചീത്ത പറയുന്നത് എന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ കാലങ്ങളെ ചീത്ത പറയരുത് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു
ജലാലുഹു ഖുദ്സിയ ഹദീസിൽ പറഞ്ഞത് ഇവിടെ സ്മരണീയമാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നഹ്സുള്ള ദിവസങ്ങളുണ്ട് എന്ന് പറയുന്നതായ അറിവില്ലായ്മ അത് യഥാർത്ഥത്തിൽ അറിവില്ലായ്മയിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്, വിഡ്ഢിത്തത്തിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്, ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിലിറങ്ങി പഠിക്കാത്തതിൽ നിന്നിട്ട് ഉടലെടുത്തതാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് ശേഷം സഹാബാക്കളിൽ നിന്നിട്ടോ താബിഈങ്ങളിൽ നിന്നിട്ടോ അങ്ങനെയുള്ളതായ ധ്വനി നാം കേട്ടിട്ടേ ഇല്ല, അങ്ങനെയുള്ള പദം നാം കേട്ടിട്ടേ ഇല്ല. യഥാർത്ഥത്തിൽ ഷാഫി ഇമാം പറയുന്ന ഒരു ശൈലി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം ഖളാക്കി കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കൃത്യസമയത്ത് ജമാഅത്തോട് കൂടി നമസ്കരിക്കാത്ത ദിവസം, ആ ദിവസം അവന് നഹ്സാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ മനുഷ്യൻ അവന്റെ പ്രവർത്തനത്തെ, ആ പ്രവർത്തനം അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ പ്രവർത്തനാക്കി മാറ്റിയാൽ ആ സന്ദർഭത്തിൽ അവന്റെ പ്രവർത്തനമാണ് നഹ്സായി മാറുന്നത് എന്നല്ലാതെ അള്ളാഹുവിന്റെ കാലത്തെ കുറ്റം പറയാൻ പാടുള്ളതല്ല. അതിൽ നഹ്സുള്ള ദിവസങ്ങളില്ല, മാസങ്ങളില്ല, എല്ലാം അള്ളാഹുവിന്റെ കാലമാണ്. പക്ഷെ ചില ദിവസങ്ങളെക്കാളും പ്രത്യേകതയുള്ളതുണ്ട്. അത് ഏതുപോലെ നാം ഇപ്പോൾ സംസാരിക്കുന്നതായ 4 മാസം മറ്റു മാസങ്ങളെക്കാളും പ്രത്യേകതയുള്ളതാണ്. മിൻഹാ, ആ കൊല്ലത്തിലുള്ള 12 മാസങ്ങളിൽ 4 എണ്ണം അർബഅത്തുൻ ഹുറും, പവിത്രതയുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ഈ 4 മാസങ്ങൾ പവിത്രതയുള്ളത് എന്ന് പറയുമ്പോൾ മറ്റു മാസങ്ങളെ അവഗണിക്കലല്ല, മറ്റു മാസങ്ങളിൽ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, അതിന് പ്രതിഫലമില്ല ഇബാദത്ത് ചെയ്താൽ എന്നല്ല, അതങ്ങനെ തന്നെ മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. ഇതൊക്കെ അനാചാരങ്ങൾ ചെയ്യുന്ന ഷിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഷിയായിസം പോരി നടക്കാൻ ഒരിക്കലും യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന് ഉചിതമല്ല, പാടുള്ളതുമല്ല. ദീനിലില്ലാത്തതായ ചടങ്ങുകളോ ആചാരങ്ങളോ മുഹറം മാസത്തിലോ ഏത് മാസത്തിലോ ചെയ്യാനും പാടുള്ളതല്ല. അങ്ങനെയുള്ള പ്രത്യേക ഇബാദത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ പറയാത്തതോ സഹാബാക്കൾ ചെയ്യാത്തതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതോ ചെയ്യുക എന്നത് അതിന്റെ പേരാണ് ബിദ്അത്ത്. അതൊരിക്കലും മുഹറം മാസത്തിൽ തീരെ പാടുള്ളതല്ല. ഈ മുഹറം എന്ന് പറഞ്ഞാൽ മുഹറമാത്തുകളായ 4 മാസങ്ങളിൽ തീരെ പാടുള്ളതല്ല. അതിന് നാം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞതായ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞതായ ആ അക്രമത്തിൽ ഏറ്റവും വലിയ അക്രമമാണ് അള്ളാഹു ഇറക്കാത്ത, അള്ളാഹു പറയാത്ത, അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങളെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. അള്ളാഹു റസൂൽ പറയാത്ത, അള്ളാഹു റസൂൽ ജീവിതത്തിൽ കാണിക്കാത്ത, അള്ളാഹു റസൂലിന്റെ സുന്നത്തിലില്ലാത്തതായ ഒരു കാര്യത്തെ ദീനിലേക്ക് കൂട്ടിച്ചേർക്കുക. അത് ഏറ്റവും വലിയ അക്രമമാണ്. അങ്ങനെയുള്ള അക്രമം ഈ മാസത്തിൽ ഒരിക്കലും നാം ചെയ്തു പോകരുത്, നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടായി പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച്, ആദരിക്കേണ്ടതുപോലെ ആദരിച്ച്, അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച്, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവന് മാത്രം നേർച്ചയാക്കി അറുത്ത്, അവനെ പേടിക്കേണ്ടതുപോലെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് അവനെ ഭയപ്പെട്ട്, അവനെ സ്നേഹിക്കേണ്ടതുപോലെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന സ്നേഹം സ്നേഹിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ വിധി വിലക്കുകളൊക്കെ ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ഈ മാസങ്ങളിൽ, പ്രത്യേകിച്ച് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരായി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്നതാണ് മക്ക ഇമാമും മദീന ഇമാമും രണ്ടുപേരും പറഞ്ഞതായ വിഷയത്തിന്റെ രത്നച്ചുരുക്കം. അത് തന്നെയാണ് ഞാനും എന്റെ ശ്രോതാക്കളായ, എന്റെ ശബ്ദം കേൾക്കുന്നവരായ സഹോദര സഹോദരിമാരോട് ഉപദേശിക്കുന്നത്. ഈ വരുന്നതായ മാസത്തിൽ അള്ളാഹുവിനെ നാം എന്ത് ചെയ്യുക? ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാനും, അവൻ കൽപ്പിച്ചതായ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുവാനും, അവർ വിരോധിച്ച വിരോധങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവകൾ വിട്ടുനിൽക്കുവാനും, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുവാനും നാം ഓരോരുത്തരും പാടുപെടുക, നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകുമാറാകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. അപ്രകാരം തന്നെ ഈ വിശുദ്ധ മാസങ്ങൾ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസങ്ങളെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനിച്ച് ആ മാസങ്ങൾ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിദ്അത്തുകളെ, അനാചാരങ്ങളെ, തോന്നിവാസങ്ങളെ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിട്ടികളെ ഷിട്ടാവിനോട് തുല്യപ്പെടുത്തുക പോലത്തതായ ശിർക്കിന്റെ ഏത് ഇനങ്ങളിൽ നിന്നിട്ട് മുക്തരാവാനും അവളോട് ഒഴിവാകുവാനും അവളോട് എന്നേക്കുമായി 3 തലാഖ് ചൊല്ലി നാം വിടവാങ്ങുവാനും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.